ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മറ്റേ മക്കൾക്ക് ഒരുപാട് പേരുണ്ട്. ഈ സ്പീഡൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് ഒരു പാവം മനുഷ്യനെ കൊല്ലാൻ മാത്രമുള്ള അവളേക്കാ ഒന്ന് പോലീസ് പിടിച്ച് ഒരു ദിവസം അകത്ത് കടന്നെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുകയും തീരുന്നില്ലല്ലോ. എന്താടി നിനക്കിനി ആ മനുഷ്യനെ ആ മരിച്ചുപോയ വ്യക്തിയുടെ ശവം തരണമായിരുന്നോ? പൗരബോധം അല്ലെങ്കിൽ നിന്റെ സാമൂഹിക ബോധം. കാരണം ഒരു സാധാരണക്കാരനായ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഒരു വൃത്തികെട്ട സ്ത്രീയുടെ സ്വാർത്ഥത കാരണം അല്ലെങ്കിൽ തനിക്ക് സോഷ്യൽ മീഡിയയിൽ ആളാകാൻ വൈറലാകാൻ വേണ്ടി അവൾ കാട്ടിക്കൂട്ടിയ വൃത്തികളുടെ ഫലമായിട്ട് ഒരു വ്യക്തി ദീപക് എന്ന് പറയുന്ന ബ്രദറിന്റെ ജീവൻ പൊലിഞ്ഞുപോയി. എന്നിട്ടും ഈ വൃത്തികെട്ട സ്ത്രീയുടെ അഹങ്കാരത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? താൻ ചെയ്ത തെറ്റിൽ എന്തെങ്കിലും ഒരു പശ്ചാത്താപോ അല്ലെങ്കിൽ എനിക്കൊരു തെറ്റുപറ്റി പോയതാണെന്ന് പറയാനുള്ള ഒരു മനസാക്ഷിയോ ഒന്നുമില്ല. ബസ്സിൽ എന്ത് സംഭവിച്ചു എന്നുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്, പല വേർഷൻസ്. ഈ വീഡിയോ ഒന്ന് കൃത്യമായി നോക്ക്. കൃത്യമായിട്ട് ഈ പുന്നാര മോള് എന്ത് ചെയ്തിട്ടാണ് ആ ബ്രദറിനെ പെടുത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും കൃത്യമായിട്ട് നോക്കട്ടോ. ആ ബ്രദറാണ് ആ കാണിച്ചിരിക്കുന്ന ആ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞ് ഇവളെ മൈൻഡ് ആക്കണ പോലുമില്ല അല്ലെ. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ വീഡിയോ പിടിക്കാൻ വേണ്ടി ഇതിലെവിടെയാണ് അയാൾ എവിടെ. അത് കഴിഞ്ഞ് ഇവൾക്ക് മനസ്സിലായി അവിടെ ഒന്നും നടക്കില്ല. അതേടാ ഇവളെ ആംഗിൾ മാറ്റി വന്ന് ഇവളുടെ ബ്രസ്റ്റ് കൊണ്ട് അയാളുടെ കൈയെ കൊണ്ട് തട്ടുന്നതാണ് നമുക്ക് കാണുന്നത് അല്ലെ. അയാൾ ഇത് കാണുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇവിടെ മുട്ടാൻ നിന്നൊരു പേഴ്സൺ ആണെങ്കിൽ ആ വീഡിയോയുടെ ലാസ്റ്റ് കാണാൻ അയാൾ അങ്ങോട്ട് വോക്ക് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. ഇവളുടെ മുഖത്താണെങ്കിൽ അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ, ഒന്നും പൊടിക്കാൻ പറ്റില്ല, ആ ഒരു എക്സ്പ്രഷൻ ആയിട്ടല്ലേ ഇവള് നിൽക്കുന്നത്. കൃത്യമായിട്ട് ഈ വീഡിയോ 1-2 പ്രാവശ്യം വാച്ച് ചെയ്താൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇത്രയൊക്കെ കാട്ടിക്കുട്ടി ഒരു അച്ഛനെയും അമ്മേനെയും ഒരു കുടുംബം തന്നെ അനാഥമാക്കി. ആകെ ഒരു മകനുണ്ടായിരുന്നു എന്നാ പറയുന്നത്. എന്നിട്ടും ഇവളുടെ ഒന്നും പക തീരുന്നില്ലല്ലോ. എന്താടി നിനക്കിനി ആ മനുഷ്യനെ ആ മരിച്ചുപോയ വ്യക്തിയുടെ ശവം തരണമായിരുന്നോ? കൊന്നു കളഞ്ഞിട്ടും പക തീരാതെ ആ മനുഷ്യന്റെ ആത്മാവിന്റെ പുറകെയാണ് ഇവളൊക്കെ. ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവള് ചെയ്ത വൃത്തികേടുകളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ എന്ത് മറുപടിയാണ്? ഈ വോയിസ് കേട്ടിട്ട് തന്നെ നമുക്ക് മറുപടി കൊടുക്കാം. ഇത് നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആളുകൾ നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു ജീവനടിച്ചെന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അയ്യോ നീ പ്രതീക്ഷിച്ചത് നീ അങ്ങോട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഫോളോവേഴ്സിനെയൊക്കെ ഉണ്ടാക്കി ഇൻസ്റ്റയിൽ കിടന്ന് വൈറൽ റാണിയായി വെലസും എന്താണോടി? കലിപ്പ് തീരണില്ല. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ എന്ത് പറഞ്ഞാലും നമുക്കത് ഒട്ടും കുറവായിട്ട് തോന്നത്തില്ല. പറ. യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത്. എന്തായിരുന്നു സംഭവം? നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം എന്താണെന്ന് പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല ബസ്സായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ നിന്റെ മുന്നിലാണല്ലോ. ഇനി നീ കുറച്ച് കഴിയുമ്പോ മാറ്റി പറയരുത് കേട്ടോ. സോ ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിലാണ് ഈ ദീപക് ബ്രദർ നിന്നതെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവളിത് ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആക്കി വന്നതാണ്. ചേച്ചി എന്തൊക്കെ ശ്രമിച്ചിട്ടും അങ്ങോട്ട് വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് വൈറലാകണില്ല. ഇപ്പൊ എനിക്ക് സന്തോഷമായി. ഇപ്പൊ അടിപൊളിയായിട്ട് നന്നായി ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. സോ വീട്ടിൽ നിന്ന് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി ഫോണൊക്കെ നല്ല സെറ്റ് ചെയ്ത് എന്തൊക്കെ ഫിൽട്ടറൊക്കെ അടിക്കണമെന്ന് അത് നമുക്ക് പഴയ പറയാട്ടോ. അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതായത് ഇവളുടെ മുമ്പില് ദീപക് ബ്രദർ നിൽക്കുന്നു, അതിന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി. കാരണം ബസ്സിലെല്ലാവരും നമ്മള് മുഖത്തോട് മുഖം നോക്കി എല്ലാവരും അങ്ങോട്ടും ഗ്രീറ്റൊക്കെ ചെയ്ത് ചിരിച്ചാണല്ലോ നിൽക്കുക. ഇവള് കൃത്യമായി പറയുന്നു ആ ബ്രദറിന്റെ ഫ്രണ്ടിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് ഉണ്ടല്ലോ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും എല്ലാ ദിശകളിൽ നിന്നും. പിന്നെ ഇവള് രണ്ടാളുടെ ബാക്കിൽ നിന്നാലും ഫ്രണ്ടിൽ നിൽക്കണ ആളുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണാൻ ഇവൾക്ക് പ്രത്യേക ഒരു കണ്ണുണ്ട്. എവിടെയാടി നിന്റെ ആ കണ്ണ്? ഇവള് പറയുവാണ് അയാളുടെ അതായത് ബ്രദറിന്റെ ഫ്രണ്ടിൽ നിന്ന വ്യക്തിയുടെ ആ സ്ത്രീയുടെ മുഖഭാവങ്ങളൊക്കെ ഇവള് കണ്ടു. ആ കുട്ടി ഭയങ്കര എന്തോ ഒരു നുണയാടി. അവിടെ തന്നെ നിന്റെ നുണയെല്ലാം കംപ്ലീറ്റ്ലി പൊളിഞ്ഞില്ലേ. നീ പച്ച കള്ളം പറയണതാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങളിത് ഒന്നും കൂടി ശ്രദ്ധിക്കാം. ഇവളുടെ ഫ്രണ്ടിൽ ദീപക് എന്ന് പറയുന്ന വ്യക്തി, അതിന്റെ ഫ്രണ്ടിൽ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മുഖവും എക്സ്പ്രഷനും എല്ലാ കാര്യങ്ങളും ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് നിൽക്കണേന്ന്. ഇവള് നമ്മൾക്ക് ആർക്കും മനുഷ്യന്മാരായിട്ടുള്ള വ്യക്തികൾക്കൊന്നും ഇങ്ങനെ കാണാൻ കഴിയത്തില്ല. കാരണം നമുക്ക് ഇപ്പൊ ബസ്സിൽ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാൽ എല്ലാവരും
ഒരേ ദിശയിലേക്ക് നിൽക്കാം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇവള് പറയുന്നു ഭയങ്കര അധികം മുട്ടി ഉരുമിയാ നിന്നെന്ന്. നിന്നോട് ഞാൻ ചോദിക്കുന്നു, എവിടെയാണ് ഈ ആ വീഡിയോ? നീ ഒരുപാട് വീഡിയോ എഡിറ്റ് ചെയ്ത് പല ആംഗിളിൽ നിന്ന് ഫിൽറ്ററൊക്കെ അടിച്ച് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഒരാൾ നമ്മളെ ലൈംഗികമായിട്ട് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് അവൾ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്ററൊക്കെ ഓൺ ചെയ്ത് അത് വെട്ടിപ്പോയി എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണല്ലേ. ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ്ലി പാളിപ്പോയ ഒരു സ്ക്രിപ്റ്റ്. നീ വിചാരിച്ച ഒരു കാര്യം, നീ പറയണ ഈ ഒരു സംഭവങ്ങളും നടന്നിട്ടില്ല. നീ വൈറലാകാൻ പോയി, നീ വിചാരിച്ചത് വൈറലായി, അതിനൊരു സംശയമില്ല. ആ പാവം പിടിച്ച മനുഷ്യനെ ഇത്രയൊക്കെ ചെയ്ത് ഉപദ്രവിച്ചിട്ട് ആ മരിച്ചുപോയ മനുഷ്യന്റെ പേരിൽ ഈ വൃത്തികേട് പറയാൻ നിനക്ക് നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ വൃത്തികേട് പറഞ്ഞ് നിന്റെ ഭാഗം ന്യായീകരിക്കുക. എടി, ഈ ന്യായീകരണത്തിന്റെ കൂടെ ആരും നിൽക്കുന്ന വിചാരിക്കണേ? കുറച്ച് വിവരം കേട്ട വളരെ വിരലിലുണ്ടാവുന്ന വൃത്തികെട്ടവന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഈ ഇതുപോലെയുള്ള ഊളകൾക്ക് സപ്പോർട്ടായിട്ട്. അതിന്റെ പോസ്റ്റും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അവരെയൊന്നും മനുഷ്യഗണത്തിൽ പോലും കൂട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ വേഷം കെട്ട സ്ത്രീകളെ ഇറങ്ങി തിരിച്ച് വൃത്തികെട്ട വെടല സ്ത്രീകൾ എന്ന് പറയണം. സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സ്വന്തം അക്കൗണ്ടിൽ 1-2 ആളുകൾ വന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇജാതി ഇല്ലാത്ത അലവലാദിത്തരങ്ങൾ പറഞ്ഞ് ഇറങ്ങുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരും അതുപോലെ തന്നെ അലവലാദികളാണ്. അതിൽ ഒരു സംശയവും വേണ്ട. മനസ്സിലാവും കാണുമ്പോ തന്നെ. അപ്പൊ ഞാന് ഒന്നും ചോദിച്ചില്ല. ഞാൻ വീഡിയോ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാളത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? ഒരു വ്യക്തി മുട്ടിയുരുമി താങ്കളുടെ ഷിംജിത എന്ന് പറയുന്ന വ്യക്തിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തി അതിന് മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് മുട്ടിയുരുമി നിന്നപ്പോ നിന്റെ പൗരബോധം അല്ലെങ്കിൽ നിന്റെ സാമൂഹിക ബോധം കാരണം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ പേടിച്ചിട്ടോ അത് നാണക്കേട് ഭയന്നൊക്കെ മിണ്ടാതിരിക്കാം. പക്ഷെ ഇവള് അങ്ങനെ ഒരു സാധാരണക്കാരായ വ്യക്തിയല്ല. നമുക്കറിയാം ഇവളൊരു ഇലക്ഷനിലൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുള്ള വ്യക്തിയാണെന്ന് ഒരുപാട് ന്യൂസും കാര്യങ്ങളും നമ്മൾ കണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മളിവിടെ വെക്കാം കേട്ടോ. അങ്ങനെയുള്ള ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന് തള്ളിക്കൊണ്ട് ഇവള് തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പ്രതികരിക്കും? അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ ഇല്ലാത്തൊരു സംഭവം ഉണ്ടെന്ന് എഡിറ്റ് ചെയ്ത് കൃത്യം നോക്കണം. വീട്ടിൽ പോയി വീഡിയോ കൃത്യമായി എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ വരേണ്ടത് ആ രീതിയിൽ ആ വീഡിയോക്ക് സ്പീഡൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് ഒരു പാവം മനുഷ്യനെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമുള്ള ഇവള് എന്തുകൊണ്ടാണ് അവിടെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി അപമര്യാദയായി ബസ്സിൽ പെരുമാറുന്നത് ും ഇവള് കണ്ടെങ്കിൽ ഇവൾ എന്തുകൊണ്ട് അവിടെ പ്രതികരിച്ചില്ല? അതിന് പകരം പെട്ടെന്ന് തന്നെ വീഡിയോ ഓൺ ചെയ്ത് സെൽഫി എടുക്കാണോ വേണ്ടത്? ദീപക് എന്ന് പറയുന്ന വ്യക്തി എന്തുമാത്രം അനുഭവിച്ചിട്ടായിരിക്കും ഇവിടുന്ന് പോയത്? അത്രമാത്രം ശുദ്ധനായതുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്തത്. അല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ ഒരു പക്ഷേ അതിനെ ഡിഫെൻഡ് ചെയ്ത് ഞാൻ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയെന്നൊക്കെ പറയാൻ നിന്നേനെ അല്ലേ? ആ മനുഷ്യന് അത്രമാത്രം ഈ സമൂഹത്തിന്റെ മുന്നിൽ കരിവാരി തേച്ചിട്ട് ഇവള് വന്നിരുന്നോണ്ട് ഇപ്പൊ പറയണ ഈ ന്യായീകരണ വാദങ്ങളുണ്ടല്ലോ, ഇവളുടെ ഈ പ്രസംഗമുണ്ടല്ലോ, വീണ്ടും വീണ്ടും പ്രസംഗമുണ്ടല്ലോ, ഇവൾക്ക് എന്തെങ്കിലും ഒരു പശ്ചാത്താപം ഉണ്ടോ നോക്കി? ഒരു ജീവനാണ് ഇവിടെ പൊടിഞ്ഞേക്കണേ. എന്നിട്ട് ഈ മറ്റേ മോള് വന്ന് കുത്തിയിരുന്നോണ്ട് ഈ സംഭവങ്ങൾ വിവരിക്കുമ്പോ ഇവക്കൊരു വിഷമോ സങ്കടമോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴും ഇവളുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ വന്നില്ലല്ലോ. ഒരു സങ്കടം. ഇത്ര വലിയൊരു സംഭവം ഒരു മനുഷ്യൻ ഇവള് പറഞ്ഞ നുണ കാരണം അല്ലെങ്കിൽ ഇവള് കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ കാരണം ഈ ലോകം വിട്ടു പോയിരിക്കുകയാണ്. ഒരു കുടുംബം ഇല്ലാതായി. എന്നിട്ടും ന്യായീകരണം പറഞ്ഞുകൊണ്ട് ആളുകളോട് ഇവക്കൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നത്. കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. അപ്പൊ ഇവിടെ പറയുന്നു പിന്നീട് ബസ്സിൽ തിരക്കൊഴിഞ്ഞു. പിന്നെ നീ എന്തിനടിയാ, നിനക്ക് എത്ര പേടിയാണ് ഇപ്പൊ അയാൾ നിന്നെ അങ്ങോട്ട് ആക്രമിക്കുമെന്ന് നിന്റെ മനസ്സിൽ പറഞ്ഞെങ്കിൽ നീ എന്തിനാടി നീങ്ങി അയാളുടെ അടുത്തേക്ക് പോകണേ? കൃത്യമായ വീഡിയോയില് ബസ്സിൽ തിരക്കൊഴിയുമ്പോ നീയാണ് അങ്ങോട്ട് തള്ളിക്കേറി ചെല്ലുന്നേ. നീ ആ വ്യക്തി മറ്റൊരു വ്യക്തിയോട് മോശമായി പെരുമാറുന്നത് കണ്ടു എന്ന് നുണ പറയുന്നുണ്ട്. അപ്പൊ നിനക്ക് ഓൾറെഡി അങ്ങനെ ഒരു കാര്യം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ അയാളുടെ അടുത്തേക്ക്, അയാൾ ഇപ്പോഴും അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കണേ, നീ തള്ളി കയറി അങ്ങോട്ട് ചെല്ലുവാണ്. കൃത്യമായിട്ടുള്ള വീഡിയോ ഇവിടെ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു സ്ത്രീ. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനുണ്ടായിരുന്നെ. അപ്പം നേരെ എന്റെ മേലിൽ വെച്ച് അയാളെ കൈ
ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബസ്സിലെ തിരക്ക് ഇല്ല എന്ന് ഇവള് തന്നെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വീഡിയോ റെക്കോർഡിങ്ങിൽ ഓൺ ചെയ്തിട്ടു. മുമ്പ് നടന്ന സംഭവം ഇവള് റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇവള് ചെയ്ത തെണ്ടിത്തരം മറയ്ക്കാൻ വേണ്ടി ഇനി ഇവൾക്ക് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. സോ മുമ്പ് നടന്ന സംഭവം ഇവള് ഓൺ ചെയ്തിട്ടില്ല. ഇവള് വെറുതെ ഇങ്ങനെ സെൽഫി പോലെ പിടിച്ചു എന്നാ പറയുന്നത്. ഈ നോണ തന്നെ, നോണയ്ക്ക് മേലെ നോണ പറയുന്ന എത്ര നുണകളായി ഇപ്പോൾ ഇവള് പറയുന്നത്. അപ്പൊ ഇറങ്ങാൻ നേരത്ത് ഇയാൾ പിടിക്കുമെന്ന് ഓൾറെഡി ഇവർക്ക് അറിയാമായിരുന്നത് കൊണ്ട് ഇവള് വീഡിയോ ഓൺ ചെയ്തു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വരിയായി നടക്കുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ഇയാൾ ദീപക് ബ്രോ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, ഇവള് ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ ആള് ടച്ച് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ എന്തിനടി തള്ളി കയറി നിന്നത്? നിനക്ക് കുറച്ച് ബാക്ക് എടുത്ത് നിൽക്കാറുന്നില്ലേ? നിന്റെ വായിൽ നാവില്ലാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ. ഇത്രമാത്രം സമൂഹത്തിൽ വന്ന് ഇത്രമാത്രം വൃത്തികേട് ചെയ്യാനും ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാനും നീ കാണിച്ച തന്റെ ഇടത്തിന്റെ ഒരു ചെറിയ പെർസെന്റേജ് മതിയിലൂടി എന്റെ ഇതൊക്കെ ഒന്ന് നീങ്ങി നിൽക്കുക എന്ന് നിന്റെ വാ തുറന്ന ആളുകളോട് പറയാനായിട്ട്. അതൊന്നും ചെയ്യാതെ ഒരു പാവം, എന്നിട്ട് അതിൽ ഒരു പ്രതികരണമില്ല. ഇവളുടെ ആകെ ഉള്ളത് ഇവളുടെ ഈ ക്യാമറയും തൂക്കി പിടിച്ചിട്ടുള്ള ഇവളുടെ ഈ ഷൂട്ടിങ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നീ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് 16 പ്രാവശ്യം എഡിറ്റ് ചെയ്ത് നിന്റെ സൗകര്യങ്ങൾ അനുസരിച്ച് 1, 2, 3 വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടണ ലൈക്സും പിന്നെ ആളുകൾ ഇന്നോ നിന്നെ വലിയ പ്രസ്ഥാനമാക്കി പറയണതൊക്കെ നീ ഒരുപാട് അങ്ങോട്ട് എൻജോയ് ചെയ്തു അല്ലേ. പക്ഷെ അപ്പുറത്ത് ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാകുന്നത് നിന്നെ പോലെയുള്ള താടകമാര് ശ്രദ്ധിക്കില്ല, നിന്നെ പോലെയുള്ള വൃത്തികെട്ട സ്ത്രീകൾ ശ്രദ്ധിക്കില്ല. മനസ്സിലായോ? നിനക്കൊക്കെ നിന്റെ റീച്ച് മാത്രമേ ഉള്ളൂ, റീച്ച് മാത്രം. കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം ഞെട്ടിട്ട് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ നീ ഇപ്പൊ പറഞ്ഞില്ലേ കാണാം ആ വീഡിയോ എവിടെയാണ്? ഞങ്ങൾ ആരും അങ്ങനെ ഒരു ഒപ്പും കണ്ടിട്ടില്ല. ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു. നീ പറയണ ഈ ഒരു സാധനം ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ അതിനു പകരം നിനക്ക് എന്നെ ഒന്ന് തൊടുമോ ചേട്ടാ, ഈ വീഡിയോ ഒന്ന് തൊട്ടിട്ട് വേണം ചേട്ടാ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ എന്ന് ചിരിച്ചുകൊണ്ട് നീ നിന്ന് വീഡിയോ പിടിക്കുന്നു. എടി, ഒരു സ്ത്രീയുടെ അടുത്ത് ഒരാള് മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ ആരാടി സ്മൈല് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന മാതിരി നീ അവിടെ നിന്ന് നിന്നെ ഒന്ന് തൊടണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന രീതിയിലുള്ള നിന്റെ എക്സ്പ്രഷൻ. ചില ചേച്ചിമാര് പറയുന്നുണ്ടായിരുന്നു, സ്ത്രീകളെ പുരുഷന്മാർ ആക്രമിക്കുമ്പോൾ ബസ്സുകളിൽ ഞങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെ വേണമെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? എന്തായാലും ഈ മറ്റേ മോള് കാണിച്ച എക്സ്പ്രഷൻ എന്തായാലും ഉണ്ടായിരിക്കില്ല. ചിരിച്ചുകൊണ്ട് അത് എൻജോയ് ചെയ്യുന്ന പോലെ ഇവൾ അങ്ങോട്ട് തള്ളിക്കേറി എനിക്കൊരു ഇരയെ കിട്ടി, ഇന്ന് ഞാൻ ഇവനെ സോഷ്യൽ മീഡിയയിലിട്ട് കൊല വിളിക്കുമെന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ശവന്തീനിയുടെ മുഖം എക്സ്പ്രഷൻ എന്തായാലും ജെന്യുവനായിട്ട് അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഓരോ സ്ത്രീകളുടെ മുഖത്തും ഉണ്ടാകില്ല. അതെന്തായാലും എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്റെ പൊന്നു സഹോദരിയെ. ഉദ്ദേശമെന്ന് ചോദിക്കും. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറൊരു ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന്. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. നീ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവല്ലോ. നിന്നോട് ഒരു ചേട്ടൻ ചോദിക്കുന്നു, നീ പറയുന്നു ഇയാൾ ഓടിയെന്ന്. അതൊക്കെ നീ എല്ലാം റെക്കോർഡ് ചെയ്തല്ലേ? കാരണം വീഡിയോ ഓൺ ആയിരുന്നില്ല. എന്തായാലും ആ വോയിസും കാര്യങ്ങളും വരാണ്ടിരിക്കില്ല. നീ ഇതിന്റെ ഇടയിൽ ഇത് ഓഫ് ചെയ്ത് വീണ്ടും ഫിൽറ്റർ ഓൺ ആക്കാൻ പോയോ? എന്തായാലും ഇതെല്ലാം നിന്റെ വീഡിയോയിൽ കാണില്ല തെളിവ് മോളെ. ഇനി മോളെ ഈ നോണയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നീ ഏത് ചേട്ടനോട് പറഞ്ഞോ, എവിടെ പറഞ്ഞോ? ബസ്സിലൊക്കെ CCTV ഉണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്കാണ്. 2 വീഡിയോ ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കണ്ടോ? 2 വീഡിയോ ആക്കി എഡിറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയാണ് നീ അത് എഡിറ്റ് ചെയ്തത്? എഡിറ്റ് ചെയ്ത വീഡിയോ എവിടെയും ഒരു കോടതി പോലും സ്വീകരിക്കില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, ഇവളിവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു. അതും നിന്റെ വീഡിയോയിൽ കാണുമല്ലോ. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നീ എടുത്തു വെച്ചിട്ടുണ്ടാവല്ലോ. അതൊക്കെ പോസ്റ്റ് ചെയ്യ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്റെ സൗകര്യത്തിന് പോസ്റ്റ് ചെയ്യാതെ നീ ആ വീഡിയോ എഡിറ്റ് ചെയ്യാത്ത വെർഷനില്ലേ അതൊന്ന് പോസ്റ്റ് ചെയ്യ്, നമ്മളൊന്ന് കാണട്ടെ. നീ പറഞ്ഞ ഈ എക്സ്പ്ലെയിൻ ചെയ്ത ഫസ്റ്റ് ഭാഗം നീ ഓൾറെഡി റെക്കോർഡ് ചെയ്തതാന്ന് പറഞ്ഞു. നീ ഇങ്ങനെ സെൽഫി ഓൺ ചെയ്ത് എന്നെ കാണാൻ ഭംഗിയുണ്ടോ, ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്യും എന്ന് പറഞ്ഞു തന്ന ഭാഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സെക്കൻഡ് പാർട്ടില് നീ ഇപ്പൊ പറയുന്നു എന്നെ അയാൾ തൊട്ടിപ്പോ ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ. അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു. അതായത് നിങ്ങളെ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ്, ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ആ ബസ് ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലെ?
ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ, കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇത് ഏറ്റവും വലിയ കോമഡി ആട്ടോ. കാരണം ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം ഇവള് പോലീസിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് ഇവള് പറയുവാണ്. അവൾക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അടിപൊളി സംഭവം നടന്നിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം ഞാൻ വൈറലാകും, ഇൻസ്റ്റയില് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സിനെയൊക്കെ വരും, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അല്ലാതെ ഇപ്പം എനിക്ക് ഇയാളുടെ വീഡിയോ ഒന്നും, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ഇയാളുടെ പേരോ വിവരങ്ങളോ ഒന്നും അറിയണ്ട, അറ്റ്ലീസ്റ്റ് ആ വീഡിയോ അവൾക്ക് പരിചയമുള്ള പോലീസുകാരന് അയച്ചു കൊടുക്കാമല്ലോ. അതല്ല പറഞ്ഞത്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞാനത് ഇൻസ്റ്റയിൽ പോസ്റ്റാക്കി റീലൊക്കെ ഇടുമ്പോൾ നിങ്ങൾ കാണാം. കാരണം അതിന് മുമ്പ് ഈ വീഡിയോ ഒരാൾക്ക് ഞാൻ തരില്ല, ഇത് എനിക്ക് വൈറലാകാനുള്ള വീഡിയോ ആണ്. എന്തൊരു കോമഡിയാണല്ലോ ഈ സമൂഹം. അതല്ലടി നിന്നെ ആൾക്കാരെടുത്ത് കൊടുക്കുന്നത്, നീ പറയണ ഈ ഒരു കാര്യവും നീ കൃത്യമായിട്ട് ഇന്ന് എങ്ങനെ എനിക്കൊരു കോണ്ടന്റ് ഉണ്ടാക്കണം എന്ന് കരുതി വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ശുണ്ടരിയായി നല്ല റീലിനുള്ള ഫിൽട്ടറൊക്കെ അടിച്ച് പൊളിച്ച് നീ ബസ്സിലെ തിക്കും തിരക്കുമുള്ള ബസ് കാത്തു നിന്ന് ആ ബസ്സിൽ കയറി ഒരു പാമ്പൊടിച്ച മനുഷ്യനെ തന്നെ ഫോക്കസ് ചെയ്ത് ആ മനുഷ്യന്റെ മേത്ത് അങ്ങോട്ട് കയറി ചെന്ന് ആ മനുഷ്യനെ നീ അറ്റാക്ക് ചെയ്യടി. ഇത് കാണുന്നവർക്ക് ഇങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് സത്യം. അല്ലാണ്ട് നീ പറയുന്ന ഈ കാര്യങ്ങളിൽ ഒരു വാക്ക് പോലും സത്യമില്ല, സത്യമായിട്ടുള്ള കാര്യം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. കണ്ടോ, ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോന്ന് ഇവള് പരിചയമുള്ള പോലീസുകാരനോട് പറയാണ്. നിങ്ങൾ ഞാൻ ഇടുന്ന പോസ്റ്റ് വെയിറ്റ് ചെയ്യും മനുഷ്യ, എനിക്ക് വൈറലാകാനുള്ളതാണ്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ആ പോസ്റ്റിലിടും. നിങ്ങൾക്കൊന്നും ഞാൻ തരില്ല, മനസ്സിലായോ? ഞാൻ ഒരുപാട് എന്നെ ഇപ്പൊ തന്നെ ഒരാള് അപമര്യാദ എന്നോട് പെരുമാറി, പക്ഷെ പോലീസുകാർക്ക് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും തരില്ല. ഇവിടെ എനിക്ക് പോസ്റ്റ് ഇട്ടാലേ പരിപാടികൾക്ക് എന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ, ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം. എന്തോരം നുണയല്ലേ. ഓഹോ, ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ, അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ല. ഓ പാവം കേട്ടോ, എന്തൊരു സത്യസന്ധമായ ഒരു മൊള്ളാണടി. കാണണം ആ അച്ഛനമ്മയുടെയും അവസ്ഥ. അപ്പൊ ആ വീഡിയോ നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അവരിപ്പോ കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ പുന്നാര മോളുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ് എടുത്തിട്ടുണ്ട്, ജാമ്യമില്ലാ വകുപ്പാണെന്ന് പറയുന്നുണ്ട്. ഇതുപോലെ സമൂഹത്തിലിറങ്ങി നുണകൾ പറഞ്ഞ് വൃത്തികേട് പറഞ്ഞ് ആളുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മറ്റേ മക്കൾക്ക് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. അവർക്കിത് നല്ലൊരു പാഠമാകണം. ഇവളൊക്കെ അകത്ത് പോകണം കൃത്യമായിട്ട്. ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് നീ ഇനി പട്ടാ ഓടിപ്പോയി ഒളിച്ചിരുന്നാലും നിന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇനി ഒരു വ്യക്തികളും, അതാണായാലും പെണ്ണായാലും, ജാതി ആലവലാദികളുടെ വൃത്തികെട്ട പ്രവർത്തികൾക്ക് വിധേയരാകരുത്. കൃത്യമായ ശിക്ഷ. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു വീടിയിട്ട് തുള്ളിയില്ലേ, അവളെയൊക്കെ ഒന്ന് പോലീസ് പിടിച്ച് ഒരു ദിവസം അകത്ത് കടന്നെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അറിയില്ല നമുക്ക് ആ കേസ് എവിടം വരെ എത്തിയെന്ന്. ഇതിപ്പോ ഒരു ട്രെൻഡാക്കിയിട്ട് ചേച്ചിമാരെ അങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. രാവിലെ തന്നെ കെട്ടി ഒരുങ്ങി. നിന്നോടൊക്കെ പറയുന്നത്, എടി ഒരിക്കലും നീ ഒന്നും ബസ്സിൽ കയറി പോരുത്, നടന്നു പോകെ, കാറോ നീ സ്വന്തമായിട്ട് ഫ്ലൈറ്റോ എന്ത് തേങ്ങയെന്ന് വെച്ച് ചെയ്യാ. ആളുകളുടെ നെഞ്ചത്ത് കയറാൻ നിൽക്കരുത്, മനസ്സിലായോ? നെഞ്ചത്ത് കയറിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പക വെക്കോ? ഇവക്ക് ഇപ്പോഴും പക തന്നെയാണ്. ഇവള് വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. വൃത്തികെട്ട സാധനം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ വീഡിയോകൾ കണ്ടിന്യൂ തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് തക്കതായ ശിക്ഷ കിട്ടണം. ഇവളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായൊരു പണി ഈ പുനാരമോൾക്ക് കൊടുത്താ. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഊളകളോട് പറയാനുള്ളത്, നിന്റെ വീട്ടിലും നിനക്കും ഇതുപോലെയൊക്കെ വരുമ്പോഴാണ് നീയൊക്കെ പഠിക്കത്തുള്ളൂ.